ഗൾഫ് മേഖലയെ അടിച്ചു തകർത്ത് ഇറാന്റെ പോരാട്ടം. സയനിസ്റ്റ് രാജ്യങ്ങളെ ഒന്നടങ്കം കീഴ്പ്പെടുത്തിയാണ് ഇറാൻ മുന്നേറുന്നത്. അതിനിടെ അമേരിക്കയുടെ F-15 വിമാനം കുവൈറ്റിൽ ഇറാൻ വെടിവെച്ച് വീഴ്ത്തി. ആകാശത്ത് തീപിടിച്ച വിമാനം താഴേക്ക് കത്തിയമർന്ന് വീഴുകയായിരുന്നു. മിസൈൽ, ഡ്രോൺ ആക്രമണ ഭീഷണി ഉള്ളതിനാൽ US പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാൻ US അഭ്യർത്ഥിച്ചു. അതേസമയം കുവൈറ്റിലെ US എംബസിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിലെ ദേശീയ പെട്രോളിയം കമ്പനിയായ അഹമ്മദി റിഫൈനറിയിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 പേർക്ക് പരിക്ക് പറ്റി. ഗൾഫിലെ വിവിധ പ്രദേശങ്ങളിൽ ഇറാൻ സ്ഫോടനം നടത്തി വരികയാണ്. 14 ദിവസത്തിനുള്ളിൽ US പിന്തുണയ്ക്കുന്ന സയനിസ്റ്റ് ഗൾഫ് രാജ്യങ്ങളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ നൽകുന്നത്. യുദ്ധം മുഴുകുന്ന സാഹചര്യത്തിൽ US യാതൊരുവിധ ചർച്ചയ്ക്കുമില്ലെന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം മധ്യേഷ്യയിൽ യുദ്ധം കനക്കുകയാണ്. UAE, ഖത്തർ, സൗദി, ഒമാൻ, സൈപ്രസ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ഇറാന്റെ ആക്രമണത്തിന് ഇരയാവുകയാണ്. UAEക്ക് നേരെ ഇറാൻ കഴിഞ്ഞ ദിവസം 2 ക്രൂയിസ് മിസൈലുകളാണ് പ്രയോഗിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് UAEക്ക് നേരെ ഇപ്പോൾ ഇറാൻ നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഇറാഖിന്റെ വടക്കൻ മേഖലയായ ഇർബിലിൽ ഇറാൻ ആക്രമണം തുടരുന്നു. മാത്രമല്ല സൗദിയിലെ ഓയിൽ റിഫൈനറിയായ അരാംഖോയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലിനെയും രംഗത്തിറക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തവും സുചിന്തിതവുമായ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെയുള്ള സൈനിക നടപടി 4 ആഴ്ച വരെ നീണ്ടേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതുപോലെ തന്നെ 1 മാസം വരെ യുദ്ധം നീളുമെന്ന് ഇറാനും ഒരേ സ്വരത്തിൽ മറുപടി നൽകി. ഗൾഫിലെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ സ്ഫോടനങ്ങളുടെ ശബ്ദമാണ് എപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 500 ഫൈറ്റർ ജെറ്റ്സ് താങ്ങുന്ന US എയർക്രാഫ്റ്റ് റഷ്യൻ Yak-41 ഉപയോഗിച്ച് ഇറാൻ നശിപ്പിച്ചു. മൊത്തത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇറാൻ തന്നെ മധ്യേഷ്യ അടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ണുമ വെട്ടാതെ വീക്ഷിക്കുന്നത്. സാക് ന്യൂസ്, ട്രിവാൻഡ്രം.